ഇത്തരം ആളുകൾ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുന്നുണ്ടായി. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്തത് അവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ എന്താണ് വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അവർക്ക് പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുന്നത് ഇതല്ല, ഇവരെ കയ്യിലുള്ള രേഖയല്ല, മറിച്ച് വേറെ ഏതോ രേഖയാണ്. ഫലത്തിൽ എന്താ വെച്ചാൽ അവരുടെ പൗരത്വം ഇതോടെ അവസാനിച്ചു. തകർക്കപ്പെടുന്നത് വലിയ കൊട്ടാരങ്ങളോ വലിയ വീടുകളോ ഒന്നും അല്ലല്ലോ, മറിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ കുറെ കുടിലുകളും സാധാരണ വീടുകളൊക്കെയാണ്. എല്ലാ നിലക്കും അവരുടെ എല്ലാ അടിസ്ഥാനങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവരെത്തിച്ചേരുന്നത്. പിന്നെ ഈ ഒരു വീടും അവരുടെ വാസസ്ഥലമൊക്കെ തകർക്കപ്പെടുന്നതോടുകൂടി അവരെങ്ങോട്ടാണ് പോകേണ്ടത്, അവർക്ക് മുന്നിൽ എന്താണ് പരിഹാരമുള്ളത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ക്ലാരിറ്റിയും ഇല്ലല്ലോ. ഒരുപാട് കാലങ്ങളായി ബുൾഡോസർ രാജ് എന്നുള്ള പേരിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഒരു വേള സുപ്രീം കോടതി പോലും ഇത്തരം പ്രവർത്തനങ്ങളെ നിരാകരിക്കുന്ന രൂപത്തിൽ അത് പാടില്ല എന്ന് കൃത്യമായിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടും ഇന്നും ഇപ്പോൾ ആസാമിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ചില സങ്കടകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനാണുള്ളത്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം വാർത്തകളൊന്നും ചർച്ചയാകാതെ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ആസാമിൻ്റെ മാത്രം ഒരു വിഷയമല്ല. ഞാൻ ഓർക്കുന്നത് ഈ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിലെ വികസനത്തിന് വേണ്ടി അവിടുത്തെ ചേരികൾ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം ഒഴിപ്പിച്ചു. അതുപോലെ തന്നെ അന്ന് വന്ധീകരണം നടത്തി. ഈ വിഷയം പിന്നീട് ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ പത്രങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ വളരെ വൈകാതെ തന്നെ അതൊരു കൊടുങ്കാറ്റായിട്ട് മാറി. ഇന്ത്യയൊട്ടുക്കും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വലിയ ഒരു ജനവികാരമായിട്ട് രൂപപ്പെട്ടത് അതപ്പോഴാണ്. കാരണം അതുവരെ എന്താ വെച്ചാൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു ഇത് കൂടുതൽ സമാധാനവും ഒക്കെ തരുന്ന ഒരു ഭരണ സംവിധാനമാണെന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായ രൂപത്തിലുള്ള ഈ എവിക്ഷൻ പ്രോസസ്സുകൾ നടക്കുന്നെങ്കിലും ജനങ്ങൾ ഇതിനെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് പോലും എടുക്കുന്നില്ല. മനുഷ്യർക്ക് മനുഷ്യരോട് തോന്നേണ്ട ഒരു കാരുണ്യമോ സ്നേഹമോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കണമെന്നുള്ള ഒരു മനോഭാവമോ മനസ്ഥിതിയൊന്നുമില്ല. പകരം എന്താ വെച്ചാൽ ഈ നിരന്തരമായി മീഡിയകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വെറുപ്പിൻ്റെ വിഷലിപ്തമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടായി എന്നുള്ളതാണ്. ഇതൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അടിയിലെ കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് കാണാം, അവർ നുഴഞ്ഞു കയറ്റിയ ആളുകളല്ലേ, രാജ്യദ്രോഹികളല്ലേ. ഈ രാജ്യത്ത് ഇനി പോപ്പുലേഷൻ്റെ ആവശ്യം നമുക്കില്ല, അതുകൊണ്ട് ഇവരൊക്കെ നശിച്ചു പോകുന്നതാണ് നല്ലത്. പിന്നെ അവരൊറ്റുകാരാണ്, അവർ ഈ രീതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ചേരി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രമാത്രം വേദനാജനകമായ, എത്ര ചുരുങ്ങിയ റിസോഴ്സ് കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. മഴയും വെയിലും ഒക്കെ വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവിടുത്തെ കുട്ടികളും ഗർഭിണികളുടെയൊക്കെ അവസ്ഥ, അതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യാവസ്ഥയെ വളരെ ക്രൂരമായി നിന്ദ്യമായി ആക്ഷേപിക്കാൻ തക്ക രൂപത്തിലൊരു മനസ്സിവിടെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണകൂടങ്ങൾക്കിത് എളുപ്പമാക്കപ്പെടുകയാണ്. കാരണം ഒരു സെക്ടറിൻ്റെ, ഒരു വിഭാഗത്തിൻ്റെ പിന്തുണതിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2023 ഒരു റിപ്പോർട്ട്, ഹൗസ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് ഫോഴ്സ്ഡ് എവിക്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പറഞ്ഞു വെച്ചാൽ 100,000-ഓളം വീടുകൾ ആ വർഷം മാത്രം, 100,000-ഓളം ആളുകൾ ആ വർഷം മാത്രം ഇതുപോലെ ഇടിച്ചു നിരത്തപ്പെട്ട വീടുകളിൽ പുറത്താക്കപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നാണ്. 1600-ഓളം വീടുകൾ G20 പേരിൽ ഡൽഹിയിൽ മാത്രം ഇടിച്ചു നിരപ്പാക്കി. വികസനത്തിൻ്റെ പേരിൽ ആ വർഷത്തിൽ, ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ 200,000-ഓളം ആളുകൾ ഇങ്ങനെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇവിടുത്തെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കേണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ അവകാശങ്ങൾ വകവച്ച് കൊടുക്കപ്പെടേണ്ട ആളുകൾക്ക് ജനാധിപത്യം
അവർക്ക് ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ പറയുന്ന അവകാശങ്ങൾക്കൊന്നും അവർക്കില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ വേറൊരു വശം എന്താ വെച്ചാൽ ഈ ഇത്ര ആളുകൾ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ടായി. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്തത് അവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ എന്താണ് വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അവർക്ക് പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുന്നത് ഇതല്ല, ഇവരുടെ കയ്യിലുള്ള രേഖയല്ല, മറിച്ച് വേറെ ഏതോ രേഖയാണ്. ഫലത്തിൽ എന്താ വെച്ചാൽ അവരുടെ പൗരത്വം ഇതോടെ അവസാനിച്ചു. പൗരത്വം തെളിയിക്കാനുള്ളൊരു രേഖയും കയ്യിലില്ലാത്ത വിധം അവരെ നിരായുധരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നമ്മളെന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ മോദി ഇപ്പം സെപ്റ്റംബറിൽ മാറുമല്ലേ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കണമല്ലോ. എന്തായാലും ഒരു ദിവസം അദ്ദേഹം മാറേണ്ടി വരും. അപ്പോൾ ഇനി മോദിയേക്കാളും കൂടുതൽ മുസ്ലിം വിരോധവും ന്യൂനപക്ഷ വിരോധവും ഒക്കെ ഉള്ള ഒരാൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി ഇപ്പോൾ ആസാമിൽ, ഇപ്പോൾ അതുകൊണ്ട് ആസാമിൻ്റെ പ്രത്യേകത പദമാണ്, ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് കുമാർ ബിശ്വാസും അതുപോലെ തന്നെ നമ്മുടെ യോഗി ആദിത്യനാഥും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വേറെ ചിലരൊക്കെ ആ കളിയിൽ ഏർപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരെക്കാളെല്ലാം ശക്തമായിട്ട് ഈ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരുമാണ്. ഇപ്പോൾ യു പിയിലെ പല ഈ കേസസും നമ്മൾ അറിഞ്ഞതിനേക്കാളും ഇരട്ടി കേസുകൾ ആസാമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, കോടതി ഇതിനകത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ കോടതി ഇടപെട്ടിരുന്നു. പക്ഷേ ആ ഒരു ഇടപെട്ട സമയത്ത് പോലും തൊട്ടടുത്ത് ദിവസം യു പിയിലെ ഒരു മന്ത്രി AK ശർമ്മ, അദ്ദേഹം മോദിയുടെ വളരെ അടുത്ത ആളാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇതിന് ബുൾഡോസർ രാജിന് അനുകൂലമായും ഈ കോടതി വിധിക്കെതിരെയും സംസാരിച്ചു. അപ്പോൾ നമ്മൾക്കിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇനി കോടതി വേണ്ട, ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ പവർ, ഒരു അധികാരം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പം ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്കാണ് പോകുന്നത്. കാരണം കോടതി ഇതിനകത്ത് എന്ത് ചെയ്തു, 15 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് എന്ത് ചെയ്യണം, നൽകണം. അത് തന്നെ രജിസ്ട്രേർഡായി അയച്ചെന്ത് ചെയ്യണം, ഒട്ടിക്കണം. അവർക്ക് നൽകാനുള്ള വിശദീകരണം എന്ത് ചെയ്യണം, കേൾക്കണം. ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവർക്കും ചില അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തുന്ന അവസ്ഥമാണ്. വേറൊരുത്തിൽ പറഞ്ഞാൽ നിയമത്തിൻ്റെ വഴികളെ ബൈപ്പാസ് ചെയ്യുകയാണ് വളരെ കൃത്യമായിട്ട്. വെച്ചാൽ ഇവിടെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു വാൻഡലിസം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അഗ്രസീവ്നെസ്സിനെ ആരാണ് തടുക്കുക? കോടതികളെ ഒരു പരിധിവരെ ഇതിലൂടെ നിസ്സഹായമാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം കോടതി ഇടപെട്ട് വെച്ചാൽ ഷോക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഡൽഹിയിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്തു, കോടതി തന്നെ പറഞ്ഞത് കണ്ടപ്പോൾ ഷോക്കിംഗ് ആയി തോന്നുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഷോക്ക് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു ചെറിയ തുരുപ്പ് ചീട്ട് അവരുടെ കയ്യിൽ എന്താണ്, ഇത് അനധികൃതമാണെന്നാണ്. പക്ഷേ അനധികൃതമാകുന്നതുകൊണ്ട് മാത്രം നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സ്വച്ഛപ്രകാരം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. മറ്റൊന്ന് നമുക്കറിയാം, ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെടുകയോ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുകയോ ആരോപിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്, സ്വത്ത് ഇതൊക്കെ എന്ത് ചെയ്യുക, തകർക്കുക, കണ്ടുകെട്ടുക വരെ. അപ്പോൾ ഇതിനൊന്നും ഇന്ത്യയിൽ ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ഒരാൾ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും കോടതിയാണ് അയാളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ ചോദിച്ച ചോദ്യമാണ്, ഒരാളൊരു കുറ്റവാളിയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത് തെറ്റാണ് അതിൻ്റെ മേൽ ചെയ്തെന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്കറിയാം, യു പിയിൽ അവിടുത്തെ ഒരു ഗുണ്ടാ നേതാവ്, എന്തായിരുന്നു പേര്, മുസ്ലിം പേരിൽ ഗുണ്ടാ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെടിവെച്ചൊക്കെ കൊന്നല്ലോ, അദ്ദേഹത്തെയും അനിയനെയൊക്കെ വെടിവെച്ച് കൊന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്താണ് എന്ന് ധരിച്ചോ അല്ലെങ്കിൽ ആരോപിച്ചോ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ തകർത്തു. അപ്പോൾ സ്വാഭാവികമായും കോടതി ഇടപെടുകയും കോടതി എന്ത് ചെയ്തു, 10 ലക്ഷം വെച്ച് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരർത്ഥത്തിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇത് ലാൻഡ് ജിഹാദ് എന്നാണ്. ഇത് ഈ എൻക്രോച്ച്മെൻ്റൊക്കെ നടത്തിയിട്ടത് ലാൻഡ് ജിഹാദ് നടത്തുന്നതാണ്.
ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു കേസുണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്രിക്കടക്കാരൻ അദ്ദേഹത്തിൻ്റെ ആക്രിക്കട ഒക്കെ എന്ത് ചെയ്തു, തച്ച് കയർത്തു, അദ്ദേഹത്തിൻ്റെ വാഹനം എന്ത് ചെയ്തു, തകർത്തു. ഇതിന് കാരണമായി പറഞ്ഞത് എന്തെന്നറിയോ? ബുൾഡോസറോട് നിരത്തുകയാണ്. അതിന് കാരണം പറഞ്ഞു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ ഏതൊരു ക്രിക്കറ്റ് കളിച്ച് അതിന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഇത് അത്രയും വലിയൊരു ക്രൈമാണെങ്കിൽ ഉടനെ പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കേസാണ്. പക്ഷെ അതിന് പകരം എന്താ സംഭവിച്ചത്? ആ ഒരു വ്യക്തിയുടെ ആ കുടുംബത്തിൻ്റെ പിന്നെ റിസോഴ്സിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാജസ്ഥാനിൽ സമാനമായിട്ടുള്ള എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിത് മനസ്സിലാക്കാൻ ചോദിക്കുന്നത് കോടതിയോടുള്ള ധിക്കാരമാണ്. 2, നിയമവാഴ്ചയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. 3 എന്താ വെച്ചാൽ ഭരണകൂടങ്ങൾ അവർക്കില്ലാത്ത അവകാശങ്ങൾ, അധികാരങ്ങൾ ഉപയോഗിക്കലാണ്. 4 എന്താ വെച്ചാൽ ജനങ്ങളോടുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം എന്നർത്ഥത്തിൽ ഉണ്ടാകേണ്ട ചില കമ്മിറ്റ്മെൻറ്റ്സിന് ഈ കമ്മിറ്റ്മെൻറ്റ്സും ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് രാജ്യം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, അതിനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര ചെറിയ പ്രവൃത്തി കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ദുര്യോഗം ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിജീവികൾ ഉറങ്ങാൻ പോയിരിക്കണം എന്നുള്ളതാണ്. ആക്ടിവിസ്റ്റുകളൊക്കെ എന്താണ്, അവർ മറ്റ് ടൂറിസ്റ്റിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇനാക്ഷൻ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ളതിനൊക്കെ എതിരെയുള്ളൊരു ഇനാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ലാതെയിരിക്കുകയാണ്. അപ്പോൾ അത് ഗൗരവമേറിയൊരു വിഷയമാണ്. ഒരുപക്ഷെ ജനാധിപത്യം മരിക്കുന്നതും ഇത്തരത്തിലുള്ള ഈ ഫാഷിസ്റ്റുകൾക്ക് അധികാരം എളുപ്പത്തിൽ കൈയടക്കാൻ കഴിയുന്നതും ഇത്തരം ചില കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ബീഹാറിലെ സർവേയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. അവിടെ ഒരു വിഭാഗം ജനങ്ങളെ, ഒരു വലിയൊരു പറ്റം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിന് കരുതിക്കൂട്ടി നടക്കുന്ന ചില ശ്രമങ്ങളാണ് എന്നാണ് മിക്കവാറും ഇന്ത്യയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ ഒരു മാസീവായിട്ടുള്ള, എന്തായാലും ബീഹാറിൽ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു പ്രക്ഷുബ്ധമായ അവസ്ഥ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റു സ്ഥലങ്ങളിൽ കൂടെ വരാൻ പോവുകയാണല്ലോ. ഒരു മാസീവായിട്ടൊരു മൂവ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ പോകാത്തിടത്തോളം ഇത് അവസാനിപ്പിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. കോടതിയെ കൊണ്ട് മാത്രമായിട്ട് തടയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആസാമിൽ ചെറിയ 1-2 പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ബുൾഡോസർ കൊണ്ടുവന്നതിന് ബുൾഡോസർ ജനങ്ങൾ എന്ത് ചെയ്തു, തച്ച് തകർക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് പറയുകയല്ല, പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ തുടങ്ങി വയ്ക്കാതെ അത് ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളൊക്കെ ആ നിലയ്ക്ക് ഉണർന്നു വന്നതിന് നേതൃത്വം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യമല്ലേ മൊത്തത്തിൽ രാജ്യം ബുൾഡോസറിന് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഷെബിൽ ഖാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ടതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള കാഴ്ചകളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥയിൽ. അപ്പോൾ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സത്യത്തിൽ പിന്നെ അടിസ്ഥാനപരമായി അവിടെയുള്ളതും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കുന്നതുമൊക്കെ മനുഷ്യർ തന്നെയാണ്. ആ നിലക്ക് അതിനെ നോക്കിക്കാണാൻ പലപ്പോഴും ഇവിടെ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്, ഭരണകൂടത്തിനാണെങ്കിലും. അതുപോലെ ഇതൊക്കെ എന്തുകൊണ്ട് വേണ്ടത്ര റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു, മുഖ്യധാര മാധ്യമങ്ങളിൽ എന്തുകൊണ്ട് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടെ തകർക്കപ്പെടുന്നത് വലിയ കൊട്ടാരങ്ങളോ വലിയ വീടുകളോ ഒന്നും അല്ലല്ലോ, മറിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ കുറേ കുടിലുകളും സാധാരണ വീടുകളൊക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ നിലക്കും അവരുടെ എല്ലാ അടിസ്ഥാനങ്ങളും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് അവരെത്തിച്ചേരുന്നത്. പിന്നെ ഈ ഒരു വീടും അവരുടെ വാസസ്ഥലമൊക്കെ തകർക്കപ്പെടുന്നതോടുകൂടി അവരെങ്ങോട്ടാണ് പോകേണ്ടത്, അവർക്ക് മുന്നിൽ എന്താണ് പരിഹാരമുള്ളത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ക്ലാരിറ്റിയുമില്ലല്ലോ. അങ്ങനെ എല്ലാ നിലക്കും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരുപാടധികം മനുഷ്യരെ, അതുതന്നെ പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്ന ആ നിലക്കുള്ള മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കപ്പെടുകയാണ്. ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ രേഖകളും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ അനുഭവിപ്പിക്കുന്നു. അതിനപ്പുറത്ത് അവർക്കുള്ള ഒരു ആശ്രയ കേന്ദ്രം എന്ന നിലക്ക് അവരുടെ സ്വത്ത്, അവരുടെ വീട് ഇതൊക്കെ തകർക്കപ്പെടുന്നതോടുകൂടി അവർ പൂർണ്ണമായും അഡ്രസ്സ് ഇല്ലാത്ത മനുഷ്യരായി മാറുകയാണ്.
പിന്നീട് ഇപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് പോലും പിന്നീട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയില്ല. കാരണം അവരെവിടെയാണെന്നോ അവർ എങ്ങനെ ജീവിക്കുന്നു എന്നോ അവരാരാണെന്നോ ഒരു പേരും ഊരും പോലും ഇല്ലാത്ത മനുഷ്യരായി അവരെ മാറ്റുന്നതോടുകൂടി വളരെ വലിയ ഒരു മനുഷ്യാവകാശ ധ്വംസനങ്ങളൊക്കെയാണ് സത്യത്തിൽ ആ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കൃത്യമായി പ്രതിപക്ഷവും അതുപോലെ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ ഇവരൊക്കെ ഉണർന്നെണീറ്റ് വരണം എന്നത് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. തീർച്ചയായിട്ടും പലപ്പോഴും ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ആമുഖമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷനുകളൊക്കെ ഇന്ന് ഇന്ത്യൻ ഭരണഘടന നടത്തിയ അതിൻ്റെ പരിപൂർണമായിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് വ്യത്യസ്തങ്ങളായ ഡിസ്കഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പലപ്പോഴും പറയുന്നൊരു വാചകം, എൻ്റെ ഭരണഘടനാ ശില്പികളൊക്കെ ചേർന്നുകൊണ്ട് പറയുന്നൊരു വാചകം, ഇത് ഏറ്റവും നല്ലൊരു ഭരണഘടനയാണ്, അത് ഏറ്റവും നല്ലൊരു ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു ഭരണഘടന വേറെ ഇല്ല എന്നാണ്. എന്നാൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ മ്ലേച്ഛകരമായി കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു ഭരണഘടനയെ ആക്കി മാറ്റാനും നമ്മുടെ ഒരു ഭരണഘടനയെ സാധിക്കും എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ കണ്ണു തുറക്കണം, പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികൾ അതിനെ കൃത്യമായി കൊണ്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നിയമവാഴ്ചയെ ഒരിക്കലും തകർക്കുന്ന രൂപത്തിലൊരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.